പ്രഭുചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ ബൈബിളിൽ പഴയ നിയമ പുസ്തകങ്ങൾ 46 എണ്ണവും മറ്റു സഭാ സമൂഹങ്ങളിൽ അത് 39 എണ്ണവുമാണ്. ഇതിൻ്റെ കാരണമെന്താണ്? വെളിപാടിൻ്റെ പുസ്തകത്തിൽ 666 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ മറുപടിയുമായി ബഹുമാനപ്പെട്ട വേദപണ്ഡിതനായ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെളിപാട് ഗ്രന്ഥത്തിൽ 666 എന്ന സംഖ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. പിശാചിൻ്റെ സംഖ്യയായിട്ട് അത് പലരും കരുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 666 എന്ന സംഖ്യ പിശാചിൻ്റെ സംഖ്യയായി കരുതപ്പെടുന്നത്? നമുക്ക് ആ വചനം, വെളിപാട് പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യമാണ് ആ വചനം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. പല കാര്യങ്ങൾ ചർച്ച ചെയ്താലേ ഈ 666 എന്നതിൻ്റെ വ്യക്തമായ ചിത്രം കിട്ടും. ബൈബിളിന് ഒരു സംഖ്യാശാസ്ത്രമുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ന്യൂമറോളജി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട സാംഖ്യിക ശാസ്ത്രമല്ല, അല്ലാതെ ഒരു ശാസ്ത്രമുണ്ട്. ബേസിക് നമ്പർ 3ഉം 4ഉമാണ്. പഴയ നിയമത്തിൽ തൃത്വത്തെക്കുറിച്ച് നല്ല സൂചനകളുണ്ട്. കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് 110-ാം സങ്കീർത്തനത്തിലുണ്ട്. മെൽക്കിസേദെക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാക് രൂപം, ആദ്യ രൂപമാണ്. അവന് വംശാവലിയില്ല, അവന് തുടക്കമില്ല, അപ്പനില്ല, അമ്മയില്ല, ദൈവത്തിൻ്റെ പോലെയാണ്, നീതിയുടെ രാജാവാണ്, സമാധാനത്തിൻ്റെ രാജാവാണ്, നിത്യപുരോഹിതനാണ്. യേശു നിത്യപുരോഹിതനായിരിക്കുന്നത് മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം ആയതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാക് രൂപമാണ് ഈ മെൽക്കിസേദെക്ക്. മെൽക്കിസേദെക്കാണ് ആദ്യമായി അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലി അർപ്പിച്ചത്. പിന്നീട് അത് ചെയ്തത് യേശുവാണ്, അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപാടാണ് മെൽക്കിസേദെക്ക്. മെൽക്കിസേദെക്ക് 3 സ്ഥലത്ത് വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലും പിന്നെ 110-ാം സങ്കീർത്തനത്തിലും ഹെബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിലും. 3 ദൈവത്തിൻ്റെ സംഖ്യ ആയതിന് കാരണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം സ്വർഗത്തിൻ്റെ സംഖ്യ 3. ഭൂമിയെ പണ്ട് കരുതപ്പെട്ടിരുന്നത് ഏതാണ്ട് ഇതുപോലൊരു ഡിസ്ക് പോലെയായിട്ടാണ്. 4 കോണുകളും 4 പില്ലറുകളൊക്കെയുള്ള ഒരു ഡിസ്ക് പോലെയായിട്ടാണ്. അതിനാൽ 4 എന്നത് പ്രപഞ്ചത്തിൻ്റെ സംഖ്യയാണ്. 3 സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സംഖ്യ, 4 ഈ പ്രപഞ്ചത്തിൻ്റെ സംഖ്യ. ആ പ്രപഞ്ചത്തിൻ്റെ സംഖ്യയോട് കൽപ്പനകളുടെ സംഖ്യയായ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 40 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് 40 ദിവസത്തെ മഴ, 40 ദിവസത്തെ പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസം, അതെല്ലാം ഈ പ്രാപഞ്ചിക രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. 40ന് വേറെയും അർത്ഥമുണ്ട്. 40 ആഴ്ചയാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ. അപ്പോൾ 40 ദിവസം മരുഭൂമിയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുക, അങ്ങനെ ഒരു പുതിയ ശിശുവായി ജനിക്കുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. 4ഉം 3ഉം കൂടി ചേർന്നാൽ 7. 3 സ്വർഗത്തിൻ്റെ സംഖ്യ, 4 പ്രപഞ്ചത്തിൻ്റെ സംഖ്യ, 4ഉം 3ഉം 7. ബൈബിൾ ആദ്യത്തെ വചനം നമുക്ക് ഏകദേശം മനസ്സിലാക്കുകയാണ്. ദൈവം ആകാശവും ഭൂമിയും 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 7-ാം ദിവസം എന്തൊക്കെ സൃഷ്ടിച്ച പോലെയാണ് നമ്മൾ അവസാനം വായിക്കുക. 7-ാം ദിവസം അവൻ തൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കി പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ചു എന്നാണ്. അപ്പോൾ 7-ാം ദിവസം എന്തൊക്കെയോ ഉണ്ടെന്നാണ് സങ്കല്പം. അതായത് സൃഷ്ടിക്കുന്ന പണി 6 ദിവസം കൊണ്ടും സംരക്ഷിക്കുന്ന പണി 7-ാം ദിവസവും കർത്താവ് തുടർന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. കാരണം എന്താണ്?
3 സ്വർഗം, 4 പ്രപഞ്ചം. 4 3 എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ, സ്വർഗവും ഭൂമിയും മുഴുവൻ. അപ്പോൾ മുഴുവൻ എന്നർത്ഥം വന്നു 7-ന്. മാത്രമല്ല 7-ാം ദിവസം ദൈവത്തോടൊപ്പം ആയിരിക്കാൻ, വിശ്രമിക്കണം, വചനം കേൾക്കണം, സാബത്ത് ആചരിക്കണം എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട്, അതൊരു ഉടമ്പടിയായി നൽകിയതുകൊണ്ട്, കൽപ്പനകളിൽ ഒന്നായി അത് വെച്ചതുകൊണ്ട് 7-നെ ഉടമ്പടിയുടെ സംഖ്യ എന്നും പറഞ്ഞിരുന്നു. പരിശുദ്ധമായ സംഖ്യയാണ്, ഉടമ്പടിയുടെ സംഖ്യയാണ്, ദൈവം വിശ്രമിച്ച് ജനങ്ങളെ തന്നോടൊപ്പം വിശ്രമിക്കാൻ വേണ്ടി വിളിച്ച സംഖ്യയാണ്. അപ്പോൾ 7-ന് അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ വന്നുകൂടി. പൂർണ്ണതയുടെ സംഖ്യയായി 7 നിലനിന്നപ്പോൾ അപൂർണത, തിന്മ എന്നുള്ള യാഥാർത്ഥ്യ ലോകത്തുണ്ടല്ലോ, അതിനുള്ള സംഖ്യ അത് 6ആയി മാറി. ഒറ്റ കാരണം, 7ലേക്ക് എത്തിയില്ല എന്നൊറ്റ കാരണം കൊണ്ട് 6 അപൂർണതയുടെ സംഖ്യയായി ബൈബിൾ കരുതാൻ തുടങ്ങി. അപ്പോൾ അപൂർണതയുടെ പൂർണ്ണതയാണ് 6 ചിലപ്പോൾ പറയാറുണ്ട്. അപൂർണത ദൈവത്തിൽ നിന്ന് വന്നതല്ല, അത് പിശാചിൽ നിന്ന് വന്നതാണെന്നാണ് ഒരു സങ്കല്പം. അപ്പോൾ 6 പിശാചിൻ്റെ സംഖ്യയായി ചിത്രീകരിക്കപ്പെടാൻ തുടങ്ങി. 6 6 6 എന്ന് പറഞ്ഞപ്പോഴോ തീർത്തും പൈശാചികം എന്ന ഒരർത്ഥം 6-ന് കൈവന്നു. ഇതാണ് ആദ്യത്തെ ഒരു അടിസ്ഥാനം നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്കിലും ഇവിടെ നമ്മൾ വായിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് 2 സംഗതികൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു സംഗതി എന്താണ്? അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. അങ്ങനെയെങ്കിൽ ഏത് മനുഷ്യൻ എന്നുള്ളതാണ് ഉത്തരം. ചോദ്യം ഏത് മനുഷ്യൻ എന്നുള്ളതിന് ആദിമസഭ കണ്ടെത്തിയ ഒരു ഉത്തരം, അല്ലെങ്കിൽ ആദിമസഭ ഇത് എന്തുകൊണ്ടാണ് അവതരിപ്പിച്ചത് എന്നതിന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജമേത്രിയ എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ജമേത്രിയ എന്ന് പറഞ്ഞാൽ? ഹീബ്രു ഭാഷയിലെ അക്ഷരങ്ങൾക്ക്, ഓരോ അക്ഷരങ്ങൾക്കും സാംഖിക മൂല്യമുണ്ട്. ഇപ്പം ആലഫ് എന്നാണ് ആദ്യത്തെ അക്ഷരം, അക്ഷരമാല ആദ്യത്തെ ഹെബ്രായ അക്ഷരമാല ആദ്യത്തെ അക്ഷരം ആലഫ്, അതിൻ്റെ സാംഖിക മൂല്യം 1. രണ്ടാമത്തെ അക്ഷരം ബേത്ത്, അതിന് സാംഖിക മൂല്യം 2. അങ്ങനെ വരുമ്പോൾ ദാവീദ് എന്ന വാക്കിന് 14 എന്ന് ഉത്തരം കിട്ടും. അത് ജമേത്രിയ വഴിയാണ്. നമ്മൾ യേശുവിൻ്റെ വംശാവലി നോക്കുമ്പോൾ അബ്രാഹം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ബാബിലോൺ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14 തലമുറ. 2ലും 3ഉം ഗണത്തിൽ എണ്ണി നോക്കിയാൽ 13ഉം 12 ഉള്ളൂ, 14 ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ദാവീദ് എന്ന ഒരു മനുഷ്യൻ പഴയ നിയമത്തിൻ്റെ ഒരു ആക്സിസ് പോലെയാണ്. അതിലാണ് ഈ ചരിത്രം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് എന്നാണ് ഈ 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 14 ദാവീദിൻ്റെ സംഖ്യയാണ്. അതേ സംഖ്യ തന്നെ ഈ 6 6 6 എന്ന സംഖ്യയിലേക്ക് എത്താനും നമ്മെ സഹായിക്കും. ഒരു മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് പറഞ്ഞേ. നേറോൺ കൈസർ എന്നാണ് നീറോ രാജാവ് അറിയപ്പെട്ടിരുന്നത്. കൈസർ എന്ന് പറഞ്ഞാൽ സീസർ, നേറോൺ നീറോ അന്നറിയപ്പെടുന്നത് നേറോൺ എന്നാണ് ഗ്രീക്കിൽ. അപ്പം നേറോൺ കൈസർ അത് ഹെബ്രായ ഭാഷയിലാക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ മൂല്യങ്ങൾ കൂട്ടിയാൽ 6 6 6 എന്ന് കിട്ടും. കടലിൽ നിന്നുള്ള കയറി വരുന്ന മൃഗം, കരയിൽ നിന്നുള്ള മൃഗം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഖ്യ പറയണേ. കരയിൽ നിന്നുള്ള മൃഗം, പിശാചിൻ്റെ പ്രതിരൂപമായി കരയിൽ ജീവിച്ചിരുന്ന മൃഗം പോലെ ജീവിച്ചിരുന്ന വ്യക്തി നീറോ ചക്രവർത്തിയാണ് എന്ന് യോഹന്നാൻ അവതരിപ്പിച്ചതായിരിക്കാം 6 6 6 എന്ന സംഖ്യ. അത് നീറോ ചക്രവർത്തിക്ക് മാത്രമല്ല, ഇന്ന് പിശാചിൻ്റെ പ്രതിനിധികളായി, ഏജന്റുകളായി വർത്തിക്കുന്ന ഏത് ഭരണാധികാരിക്കും അത് ചേരും. ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം സാത്താൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആരും ഈ പൈശാചിക സംഖ്യ പേറുന്നവരാണ്. അതൊരു ചക്രവർത്തിക്ക് മാത്രമല്ല, വചനം എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിൽ മാത്രമല്ല അതിനർത്ഥം, അതിന് ലോകാവസാനം വരെ അർത്ഥമുണ്ട്, നിത്യവും അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് അന്നത്തെ ഒരു ചക്രവർത്തിയെ പറഞ്ഞത് ഇന്നത്തെ ഏത് ഭരണാധികാരിക്കും, അത് സഭയ്ക്ക് ഉള്ളിലാകാം, സഭയ്ക്ക് പുറത്താകാം, രാഷ്ട്രീയക്കാരാകാം, ആരുമാകാം, ഈ ലോകത്ത് പൈശാചിക കാര്യങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ആരും ഈ സംഖ്യയെ പേറുന്നവരാണ്. ഒരു സൂചന കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജ്ഞാനം ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. 666 ജ്ഞാനം എന്ന വാക്കും കൂട്ടിച്ചേർത്ത് ഒന്ന് പരസ്പരം ബന്ധിപ്പിച്ചാൽ വേറൊരു വ്യക്തിയിലേക്ക് നമുക്ക് സൂചന കിട്ടും. ആരാണ്? ജ്ഞാനത്തിൻ്റെ ഒരു ആൾരൂപമായി അറിയപ്പെട്ടിരുന്നത് സോളമൻ രാജാവാണ്. ഈ 6 6 6 എന്ന സംഖ്യ ബൈബിളിൽ ഇതിന് മുമ്പ് വരുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ്റെ കാലത്താണ്. സോളമൻ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും
ആനുവൽ റവന്യൂ വാർഷിക വരുമാനമായി സ്വീകരിച്ചിരുന്നത് 666 താലന്താണ്. ജ്ഞാനത്തിൻ്റെ ആൾരൂപം സോളമൻ. അവനാണ് ആദ്യമായി 666 താലന്ത് വാർഷിക റവന്യൂ, വാർഷിക വരുമാനമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജെറൂസലത്തേക്ക് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ കപ്പം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ മറ്റൊരു സംഗതി കൂടി അവർ കൊണ്ടുവന്നിരുന്നു മറ്റു രാജ്യക്കാർ. എന്താണ്? അതത് നാട്ടിലെ ദേവന്മാരുടെയും ദൈവന്മാരുടെയും രൂപങ്ങൾ. അങ്ങനെ ജെറൂസലമിൽ സമ്പത്ത് കുന്നുകൂടിയപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള ദേവന്മാരുടെയും ദൈവന്മാരുടെയും വിഗ്രഹങ്ങളും കുന്നുകൂടാൻ തുടങ്ങി. അങ്ങനെ വിഗ്രഹാരാധന വളരെ വളരെ രൂക്ഷമായി ഇസ്രായേലിൽ കടന്നു വന്നു. വിഗ്രഹാരാധനയുടെ ഒരു ചിഹ്നം കൂടിയാണ് 666. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ വചനവുമായിട്ട് ഒന്ന് ചേർത്ത് വെച്ചാൽ ഇന്ന് 666 എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. 7 ഉടമ്പടിയുടെ സംഖ്യ. 6 ദിവസം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക, ഒരു ദിവസം കർത്താവിന് വേണ്ടി. അതാണ് 7. 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചാലേ ഈ 6 ദിവസവും പരിശുദ്ധമാകൂ. 6 ദിവസത്തെ അധ്വാനം പരിശുദ്ധമാകണമെങ്കിൽ ഒരു ദിവസം കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയും മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ 6 ദിവസത്തെ അധ്വാനവും പൈശാചികമായിട്ട് മാറും. ഇതാണ് ബൈബിളിൻ്റെ സങ്കല്പം. 6-ൽ നിന്ന് 6-ൽ അവസാനിച്ച് പോകരുത്, 7-ലേക്ക് എത്തണം. 6-ൽ അവസാനിച്ച് പോയാൽ അത് പൈശാചികമായിട്ട് മാറും. അപ്പോൾ 6 ദിവസം അധ്വാനത്തെ പരിശുദ്ധമാക്കാൻ, പരിപൂർണമാക്കാൻ 7-ാം ദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയും കർത്താവിൻ്റെ വചനം അനുസരിക്കുകയും കർത്താവിന് ശുശ്രൂഷയ്ക്കും ഒക്കെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ അധ്വാനത്തിൻ്റെ വിഗ്രഹാരാധകരായി മാറും. അപ്പം ഞാനും നിങ്ങളും ഈ 7-ാം ദിവസം ദൈവത്തോടു കൂടി ചെലവഴിക്കാത്ത ആരും, വചനത്തോടു കൂടി ചെലവഴിക്കാത്ത ആരും ഈ അധ്വാനത്തിൻ്റെ ആരാധകരായും വിഗ്രഹാരാധകരായും മാറാം. നമ്മുടെ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കണം. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, പണിയെടുത്ത് തോൽപ്പിക്കുകയാണ് കോർപ്പറേറ്റുകൾ. 8 മണിക്കൂറിന് പകരം 12 മണിക്കൂറും 15 മണിക്കൂറും. എന്നൊരു ഞായറാഴ്ച അധ്വാനിച്ചാലേ കാര്യങ്ങൾ നടക്കൂ എന്നൊരവസ്ഥയുണ്ട്. തീർന്നില്ല. കടകളെല്ലാം തുറക്കുന്നത് സാബത്ത് ആചരിക്കുന്ന അന്നാണ്. പള്ളി ജസ്റ്റ് ഒന്ന് പോയി വരിക, പിന്നെ ഷോപ്പിങ്ങിന് പോകാനും എല്ലാത്തിനും പോകാനും അന്നാണ് സമയം. കല്യാണവും എല്ലാ പരിപാടികളും അന്നാണ്. നമുക്ക് കർത്താവിന് വേണ്ടി ചെലവഴിക്കാനോ വചനത്തിനും പഠിക്കാനോ വചനത്തിന് ആഴത്തിലേക്ക് കയറാനോ ഈ 6 ദിവസം അധ്വാനത്തെ പരിശുദ്ധമാക്കുന്ന കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാനോ സമയമില്ലാതെ വരുന്നു. നമ്മൾ പിശാചിൻ്റെ ആരാധകരായിട്ട് മാറാൻ സാധ്യതയുണ്ട്, വിഗ്രഹാരാധകരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒരു വശം. 2, അതുതന്നെയാണ് പിശാചിൻ്റെ തന്ത്രവും. ഈ ലോകം, ഇവിടുത്തെ പണം, ഇവിടുത്തെ അധ്വാനം, സൗകര്യങ്ങൾ, അത് മാത്രം മതി. അപ്പം വലിയ പണം, ആ പണത്തിൻ്റെ കൊഴുപ്പിലിങ്ങ് ജീവിക്കുക, ദൈവത്തെ മറക്കുക, പണം കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുക. ആ പൈശാചിക ചിന്തയുള്ളവരും പിശാചിൻ്റെ കൂട്ടാളികളാണ്. നീറോ ചക്രവർത്തിയെ പോലെ കരയിൽ നിന്ന് കയറി വരുന്ന മൃഗങ്ങളാണവർ. ബൈബിളിൽ സമ്പത്തിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചിന്തയുണ്ട്. 73 സങ്കീർത്തനത്തിലാണ് ആ സങ്കീർത്തനത്തിൽ പറയണേ. അദ്ദേഹം വിലപിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ദരിദ്രനായി ജീവിക്കുന്നത്? ദുഷ്ടനാണ് സമ്പൽ സമൃദ്ധിയും എല്ലാം കിട്ടുന്നത്, അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. നീതിമാനായി ജീവിച്ചവനോ കഷ്ടപ്പെട്ട് താഴോട്ട് പോകുന്നു. ഞാനിങ്ങനെ ജീവിച്ചത് കഷ്ടമായി പോയില്ലേ, ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ടായി എന്നെല്ലാം പറഞ്ഞ് വിലപിക്കുകയാണ്. അപ്പം സമ്പന്നന് എല്ലാ സൗകര്യങ്ങളും വരികയും നീതിമാനായി ജീവിച്ച എനിക്ക് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നീതിമാനായി ജീവിച്ചത് തെറ്റായി പോയില്ലേ, മണ്ടത്തരമായി പോയില്ലേ എന്നെല്ലാം വിലപിക്കുകയാണ്. കർത്താവിനോട് കരഞ്ഞ് പറയാം. പിറ്റേ ദിവസം രാവിലെ ദേവാലയത്തിൽ പോയി. അപ്പോഴാണ് സങ്കീർത്തനം പറയണേ, എൻ്റെ കണ്ണുകൾ അപ്പോഴാണ് തുറന്നത്. ഞാൻ കർത്താവ് കാണുന്ന പോലെ കണ്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായേ. എന്താണ്? ഈ വലിയ പണക്കാർ, സമ്പന്നതയുടെ കൊഴുപ്പിലിരിക്കുന്നവരൊക്കെ മനുഷ്യരായിട്ടില്ലായിരുന്നു, അവർ മൃഗങ്ങൾ തന്നെയാണ്. പരിണാമസിദ്ധാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരിപ്പോഴും മനുഷ്യക്കുരങ്ങളും ചിമ്പാൻസികളും ഒക്കെയാണ്, വാലില്ല കുരങ്ങന്മാരാ. എന്താ കാര്യം? മൃഗങ്ങൾ മറ്റൊന്നും പങ്കുവെക്കില്ല, എല്ലാം തങ്ങൾക്ക് വേണ്ടിയാണ്. മനുഷ്യർ പങ്കുവെക്കുന്നവരാ. അപ്പോൾ പണം കിട്ടാൻ വേണ്ടി, ആ കൊഴുപ്പിൽ ജീവിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മനുഷ്യർ മൃഗങ്ങളായിട്ടില്ല, കരയിൽ നിന്ന് കയറി വരുന്ന മൃഗങ്ങളാണ്. അവരെ ഉപയോഗിച്ചിട്ടാണ് പിശാച് ഈ ലോകത്തിൽ അവൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നത്.
മനുഷ്യരേ ആയിട്ടില്ല, അവർ മൃഗങ്ങളാണ്. എന്നിട്ട് ആ മൃഗീയമായ രീതിയിൽ പിശാചൻ്റെ സന്ദേശവാഹകരായും ഏജൻറ്റുകളായും ഈ ലോകത്ത് വർക്ക് ചെയ്യണം. നമുക്കെന്തിനാ ഇത്രമാത്രം പണം? നമുക്ക് മാന്യമായി ജീവിച്ച് പോകാൻ സംഗതികൾ പോരെ? ഇതെല്ലാം കെട്ടിവലിച്ച് വെച്ചിട്ട് എന്ത് കാര്യം? പിശാചിനെ ആരാധിച്ചിട്ട് എന്ത് കാര്യം? മുറിവുകളായും അക്രമമായും ഹിംസയായും രൂപാന്തരപ്പെടുകയല്ലേ? അതുകൊണ്ടാണ് ഈ 6 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് സൂചനകളുള്ളത്. മാത്രമല്ല, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നവരുണ്ട്. പിശാചിനെ ആരാധിക്കാൻ വേണ്ടി സ്പ്രെഡ് ചെയ്യുന്നവർ, അവർ ശരിക്കും പിശാചിൻ്റെ ആളുകളാണ്. ദൈവത്തെ എതിർക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെതിരായി പാപമെന്ന് എനിക്ക് തോന്നുന്നു ഇതായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. പരിശുദ്ധാത്മാവിനെതിരായി ബോധപൂർവം ചെയ്യുന്ന ഒരു വലിയ അപരാധമായിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് കത്തോലിക്കരുടെ ബൈബിളിൽ പഴയ നിയമത്തിൽ 46 ഗ്രന്ഥങ്ങൾ, അല്ലാത്ത ക്രൈസ്തവ വിഭാഗങ്ങളിൽ 39 ഗ്രന്ഥങ്ങളേ ഉള്ളൂ? ഈ വ്യത്യാസം എങ്ങനെയാണ് കടന്നുകൂടിയത്? 1525 ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ ബൈബിളിൻ്റെ ജർമ്മൻ പരിഭാഷ തയ്യാറാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ജർമ്മൻ ഭാഷ തയ്യാറാക്കിയപ്പോൾ പഴയ നിയമത്തിലെ 39 ഗ്രന്ഥങ്ങൾ ഒരു ഗ്രൂപ്പായും 7 ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ കത്തോലിക്ക ബൈബിളിൽ കാണുന്ന 7 ഗ്രന്ഥങ്ങൾ അനുബന്ധം അപ്പൻഡിക്സ് എന്ന ബ്ലോക്കിലും തയ്യാറാക്കി. എന്നിട്ട് അതിന് ഒരു കുറിപ്പ് ഇങ്ങനെ കൊടുത്തു: ഈ 7 ഗ്രന്ഥങ്ങൾ ദൈവനിവേശിതമല്ല, എന്നാൽ വായിക്കാൻ കൊള്ളാം. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ബൈബിളിൽ ഈ 7 ഗ്രന്ഥങ്ങൾ നിലനിർത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന ചില പ്രൊട്ടസ്റ്റന്റ് നേതാക്കന്മാർ, സഭാ നേതാക്കന്മാർ ഈ 7 ഗ്രന്ഥങ്ങൾ ബൈബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഗ്രന്ഥങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിനാൽ 1546 ട്രെൻഡ് എന്ന് പറയുന്ന, ഇറ്റലിയിലെ ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സൂനോദോസ് വിളിച്ചുകൂട്ടി സഭ പറഞ്ഞു, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പുസ്തകങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ അനുവാദമില്ല. സഭ 16 നൂറ്റാണ്ടായി ഉപയോഗിക്കുന്ന ബൈബിളിൽ 46 ഗ്രന്ഥമുണ്ട്. ആ 46 ഗ്രന്ഥങ്ങളും ഉപയോഗിക്കണം. ഓരോരുത്തർക്ക് തോന്നിയ പോലെ ഇഷ്ടമില്ലാത്ത ഗ്രന്ഥങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ വ്യക്തികൾക്ക് അങ്ങനെ അനുവാദമില്ല. സഭ 16 നൂറ്റാണ്ടായി ഉപയോഗിച്ചിരുന്ന ബൈബിളിൽ 46 ഗ്രന്ഥങ്ങളുണ്ട്. ആദിമ സഭ ഉപയോഗിച്ചിരുന്ന ബൈബിളും ഗ്രീക്ക് ബൈബിളാണ്. അലക്സാണ്ട്രിയൻ കാനൻ എന്ന് പറയുന്ന ഗ്രീക്ക് ബൈബിളാണ്. അതിലും 46 ഗ്രന്ഥങ്ങളാണ്. ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മനസ്സിലാകും. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23-ാം വാക്യത്തിലുണ്ട്. ഏശയ്യായുടെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യമാണത്. പക്ഷേ ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം എടുത്തു നോക്കിയാൽ കന്യക എന്ന വാക്ക് ഹെബ്രായ ബൈബിളിലില്ല. അൽമ എന്ന ഹെബ്രായ വാക്കാണ്. അതിന് യുവതി, വിവാഹപ്രായമെത്തിയ യുവതി എന്നേ അർത്ഥം. പിന്നെ എവിടെ നിന്നാണ് മത്തായിക്ക് കന്യക എന്ന വാക്ക് കിട്ടിയത്? ഈ ഹെബ്രായ ബൈബിള് BC 250 യേശു ജനിക്കുന്നതിന് ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. സെപ്തജിന്ത് എന്നാണ് ആ ഗ്രീക്ക് പരിഭാഷയെ വിളിക്കുക. ആ സെപ്തജിന്ത് പരിഭാഷയിൽ യുവതി എന്നല്ല കിടക്കുന്നത്, കന്യക എന്നാണ്. പർത്തേനോസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. അതിന് കന്യക എന്നാണ് അർത്ഥം. അപ്പോൾ മത്തായി ഉപയോഗിച്ചത് മൗലിക ഗ്രന്ഥമായ ഹെബ്രായ ബൈബിളാണോ, അതിൻ്റെ പരിഭാഷയായ ഗ്രീക്ക് ബൈബിളാണോ? ഗ്രീക്ക് ബൈബിളാണ്. പുതിയ നിയമം എഴുതപ്പെട്ടത് മുഴുവൻ ഗ്രീക്കിലാണ്. യേശുവിന് ഗ്രീക്ക് സംസാരിക്കുന്ന സ്നേഹിതന്മാരുണ്ടായിരുന്നു. ചില ഗ്രീക്കുകാരെ കർത്താവിനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ യേശു ഒരു പക്ഷേ യേശുവും ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്നിരിക്കണം. പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്കിലാണ്. അതിന് കാരണം ആദിമസഭ ഗ്രീക്ക് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനാൽ പണ്ട് മുതലേ സഭയിലുണ്ടായിരുന്ന 46 ഗ്രന്ഥങ്ങളാണ്. ചില സ്വഭാവങ്ങൾ അത് 7 ഗ്രന്ഥങ്ങൾ ഡിലീറ്റ് ചെയ്തു. കത്തോലിക്ക സഭ ഒന്നും കൂട്ടിച്ചേർക്കുകയല്ല, മറ്റ് സഭാവിഭാഗങ്ങൾ നിലനിന്ന പുസ്തകത്തിന് ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അത്തരം സഭാ സമൂഹങ്ങൾ അവരുടെ തെറ്റ് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പ്രസിദ്ധീകരിക്കുന്ന മിക്ക ബൈബിളിലും ഈ 7 ഗ്രന്ഥങ്ങൾ സെപ്പറേറ്റായിട്ട് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഈ 7 ഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്നുണ്ട്. സാവകാശം അവരും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കട്ടെ.
നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി അച്ഛനിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com